ഭാരതം എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. എന്തു ചെയ്യാം? വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. നമ്മുടെ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടത്തെ ഉപ്പും ചോറും തിന്നിട്ട് കൂറ് ശത്രു രാജ്യത്തോട് അവരുമായി ചേർന്ന് സ്വന്തം നാടിനെ മുടിപ്പിക്കുക. എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നാണ് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ ചൊല്ലുന്നത് സ്കൂള് അസംബ്ലികളിലും. ഈ തീവ്രവാദം ചെയ്ത് സ്ഫോടനം നടത്തി മറ്റുള്ളവരെ കൊല്ലുന്നവർ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? താനൊഴികെ ബാക്കി എല്ലാവരും ശത്രുക്കളാണെന്നാണോ? ആ മതവിഭാഗത്തിൽപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ പറയും ആത്മഹത്യ പാപമാണ്, കൊലപാതകം പാപമാണെന്ന്. എന്നിട്ട് ആത്മഹത്യയിലൂടെ മറ്റുള്ളവരെ കൊല്ലുന്നു. ഇതിനെന്ത് പറയാനാണ്? ഇപ്പോഴും മൂഢസ്വർഗത്തിലാണെന്നാണ് പറയാൻ കഴിയുള്ളൂ. കൊലപാതകികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത് കേട്ടോ. ഒരു പ്രദേശത്ത് ഒരു നീതിമാനെങ്കിലും ഇല്ല, പ്രദേശത്തെ രക്ഷിക്കുമെന്നാണ് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നീതിയുടെ അംശം എവിടെ പോയി? അവര് ജീവിക്കുന്ന പ്രദേശം മാത്രമല്ല, അല്ലാത്ത പ്രദേശത്തെയും കൂടെ അവർ നശിപ്പിക്കുകയാണ്. ദൈവം കൊടുത്ത ജീവൻ ഒരാൾക്ക് നശിപ്പിക്കാനോ അത് എടുക്കാനോ അവകാശമില്ലല്ലോ. ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ തന്നെ ചീത്തയാക്കി ചിത്രീകരിക്കുക എന്നതല്ലേ ഈ തീവ്രവാദത്തിലൂടെ സ്ഫോടനം നടത്തുന്നവർ ചെയ്യുന്നത്? ഇതിനാണോ വിദ്യാഭ്യാസം ചെയ്യുന്നത് ഇപ്പോൾ? പണ്ട് ഈ ഭാഗക്കാർക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സാധാരണ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും പഴയ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ടെക്നോളജി അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ടവർ, സാധാരണക്കാരായ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, അവർക്ക് ആശങ്കയാണ്. കാരണം അവർക്ക് ഒറ്റപ്പെടും എന്നുള്ളൊരു ചിന്തയാണ്. എൻ്റെ സുഹൃത്തൊക്കെ പറഞ്ഞു കേട്ടു, അവർ വീട്ടിൽ വന്നിട്ട് അടുത്തുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട അമ്മമാർ, അത് വയസ്സായവർ, അവർക്ക് ഇപ്പോഴത്തെ കാപട്യമൊന്നും അറിയില്ല, അവർ വന്നിട്ട് ഒറ്റപ്പെടുത്തുവാണ് എല്ലാവരും എന്ന് പരാതി എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാം? അവരുടെ തലമുറയിലുള്ള ആൾക്കാർ ചിന്തിക്കും പോലെയല്ല ഇപ്പോഴത്തെ അവരുടെ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അന്ന് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് ബോംബുണ്ടാക്കാനോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. ഇത്തെ ചിന്തകൾ ഒത്തിരി ഉണ്ടായിരുന്നില്ല, തെറ്റായ ചിന്തകൾ, മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും. ഇപ്പോഴത്തെ തലമുറ വന്നപ്പോൾ ആകെ മാറിപ്പോയി. അവർ വിദ്യാഭ്യാസം ചെയ്യുന്നത് തന്നെ എങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാം, അതുപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതാണ്. പണ്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ പറയും, മദ്രസകളിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സിനെ പോലെ തന്നെയാണ്. അവർ നല്ലതാണ് പറയുന്നത്, അച്ചടക്കം, നല്ല രീതിയിൽ പെരുമാറ്റം, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അവിടെ പോകുന്ന അവരൊരു ഭാഷ പഠിക്കാനാണ്. ഈ തീർത്തും ഈ വേണ്ടാധീനങ്ങൾ മൂഢസ്വർഗത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നില്ലായിരുന്നു. നല്ലത് മാത്രമേ പഠിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ മദ്രസ വിട്ട് കഴിഞ്ഞ് നല്ല ആത്മീയമായ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അക്ഷരജ്ഞാനം എന്ന വിദ്യാഭ്യാസം കിട്ടിയോടുകൂടിയാണ് ഇപ്പോൾ നടത്തുന്നതായിട്ട് വൈറ്റ് കോളർ തീവ്രവാദമാണ് ഇപ്പോൾ നടന്നത്. അതായത് ഡോക്ടർമാർ എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർമാരാണ് അവർ. അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അതിനകത്ത് 2900 കിലോഗ്രാം RDX സ്ഫോടക വസ്തുവാണ് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ നിന്ന് 2-3 സ്ഥലങ്ങളിൽ പിടിച്ചെടുത്ത് 3 പേർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു എന്ന്. ആ സ്ഫോടക വസ്തു അത്രയും പിടിക്കപ്പെട്ടതിൻ്റെ വാശി തീർക്കാൻ വേണ്ടിയാണ് ജമ്മു കാശ്മീർ നിവാസിയായ ഡോക്ടർ നബി, ആ ആള് എന്ന് സംശയിക്കപ്പെടുന്നു, ചാവേറായി ബോംബ് കാറിലിരുന്ന് അത് സ്ഫോടനം നടത്തിയെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ DNA ആയിട്ട് മാച്ച് ചെയ്യുന്ന അങ്ങനെ റിസൾട്ടൊക്കെ വന്നാലാണ് അദ്ദേഹം തന്നെയാണോ അത് ചെയ്തത്. അഥവാ ഇനിയിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരൊക്കെ പിടിക്കപ്പെടട്ടെ എന്നോർത്ത് തന്നെയാണ് ഫോട്ടോയെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് എല്ലാ ന്യൂസ് ചാനലിലും. ഈ ഭീകരവാദികളിലെ ഒരാളുടെ കാമുകിയായ ഒരു സ്ത്രീ ഷഹീദ് എന്ന് പറയുന്ന ആ തട്ടമിട്ട് പോലീസുകാരാണ് തട്ടം മാറ്റിയിരിക്കണത്. AK-56 തോക്കാണ് അവരുടെ കാറിൽ നിന്ന് കണ്ടെടുത്തത്. അവരെ കാമുകൻ വെച്ചതാണ്. ഈ ഡോക്ടർ എന്ന് അവകാശപ്പെട്ട ആളാണ് ഇവരുടെ കാമുകൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തോ AK-47 റൈഫിൾ. ഈ സ്ഫോടനം നടന്നില്ലെങ്കിൽ ആൾക്കാരെ വെടിവെച്ച് കൊല്ലണമല്ലോ. ഇങ്ങനെ എന്തൊക്കെയോ പ്ലാനുകളായിരുന്നു അവർക്ക്. ആ 2900 കിലോഗ്രാം ആ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ദില്ലി മുഴുവൻ നശിപ്പിക്കാനുള്ള മരുന്നായിരുന്നു, മാരകമായ സ്ഫോടക വസ്തുവായിരുന്നു അത്. പിന്നെ റൈസിൻ എന്ന് പറയുന്ന വിഷവാതകം ഉപയോഗിച്ച് പോലും ഈ ഇന്ത്യയിലെ ആൾക്കാരെ കൊന്നുകളയാൻ അവർ പ്ലാൻ ഇട്ടു. ആത്മഹത്യ പാപമാണെന്ന് പഠിപ്പിക്കുന്ന മതവിഭാഗത്തിൽ അവർ തന്നെ ചാവേറായി മാറുന്നു സ്വയം. എന്ത് വിരോധാഭാസമാണല്ലേ! ഇതുപോലെ ഭീകരതയിലൂടെ ഈ ലോകം കീഴടക്കാം എന്ന്
കരുതിയിട്ട് ഒരു കാര്യവുമില്ല. ഒറ്റപ്പെടുകയല്ലേ ഉള്ളൂ. അതിലേക്ക് ആ മതവിശ്വാസം സ്വീകരിച്ചോ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചോ വരാം എന്ന് മുമ്പോട്ട് വരുന്നവർ പോലും പിന്നോട്ട് മാറും. ആ വിഭാഗത്തിൽപ്പെട്ടവർ പോലും ചിലപ്പോൾ ആ മതത്തെ വെറുക്കപ്പെടാൻ സാധ്യതയില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല. വെറും മനുഷ്യ കൃമി കീടങ്ങൾ അടിമകളാണെന്നല്ലേ പറയുന്നത്. അവർ പറയുന്ന കാഫിറുകൾ ആയവരെ നശിപ്പിക്കണം എന്നൊക്കെയല്ലേ. പക്ഷെ അവരിതുപോലെ ഈ സ്ഫോടവസ്തുക്കൾ കൊണ്ടുനടുമ്പോൾ അതിലും എത്രയോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മരിക്കുന്നു. അവരെയും കാഫിറുകളായിട്ടാണോ കൂട്ടിയിരിക്കുന്നത്? അല്ല, ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, പാകിസ്ഥാനിലും പിറ്റേ ദിവസം അതിൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ബോംബിട്ടു. ഇവിടെ ബോംബിട്ട് ബീഹാറിലെ ഇലക്ഷൻ പ്രമാണിച്ചാണ്, അല്ല വരുന്ന ഇലക്ഷൻ പ്രമാണിച്ചാണെന്നൊക്കെയാണ് ഇലക്ഷനെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നതിന് എന്താണ് കാരണം പറയാനുള്ളത്? അവിടെയും അവരെ കാഫിറുകളായിട്ടാണോ കൂട്ടുന്നത്, സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടവരെ? എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ അന്യായങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ട എത്രയോ സഹോദരന്മാരുണ്ട് നമ്മുടെ ചുറ്റുംവട്ടമുണ്ട്. ഒന്നും അറിയാതെ ജഡമിങ്ങും മനമങ്ങും എന്ന അവസ്ഥയിൽ ജീവിക്കാതിരിക്കുക. ഇരു മനസ്സുള്ളതിനെ ദൈവം വെറുക്കുന്ന ഒന്നാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, വേർപെട്ട് പോയതാണ്. എന്നിട്ട് പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായി ഈ സ്വന്തം വേർവിട്ടു പോയ രാജ്യം തന്നെ ആയിത്തീർന്നു. സ്ഫോടനം നടത്തിയിരിക്കുന്നവർ ഡോക്ടർമാരാണ്. എന്ത് ഉറപ്പിലാണ് അവരുടെ അടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്? ഈ സ്ഫോടനം നടത്തിയ തീവ്രവാദികളെ നമുക്ക് ഡോക്ടർമാർ എന്ന് പറയാൻ കഴിയില്ല. അവർ ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ് മറ്റുള്ളവർ. അതുകൊണ്ട് അവരെ നമുക്ക് ഭീകരന്മാരായിട്ട് തന്നെയാണ് കണക്കാക്കാൻ കഴിയുള്ളൂ. ആ തോക്കുമായി പിടിക്കപ്പെട്ട ഭീകരവാദിയുടെ കാമുകി ഈ ഭീകരവാദികളുടെ സ്ത്രീ വിഭാഗത്തിൻ്റെ കമാൻഡറാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് മതസൗഹാർദ്ദമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സൗഹാർദ്ദം നഷ്ടപ്പെടാണ്ട് ഇരിക്കാൻ വേണ്ടിയാണ് തോരാതെ ഇതുപോലെ കടന്ന് പ്രസംഗിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സ്ഫോടനമോ ക്രമസമാധാനം തകരാറാവുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും ഉടനെ പ്രധാനമന്ത്രിക്കാണ് കുറ്റം. അദ്ദേഹം എന്താ IC ചിപ്പോ CCTV എപ്പോഴും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടിപ്പിച്ചുകൊണ്ട് കൊടുക്കണോ ഇന്ത്യയിലെ എല്ലാ കുറ്റകൃത്യങ്ങളും അറിയാൻ വേണ്ടി? അതായത് സംസ്ഥാന സർക്കാരിനാണല്ലോ ആ സ്റ്റേറ്റിൻ്റെ ക്രമസമാധാനം ഭരിക്കാനുള്ള അധികാരം, ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ക്രമസമാധാന നില തകരാറിലാവുമ്പോൾ അതായത് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? ഇത് വേറെ വല്ലയിടത്താണെങ്കിൽ നാളെ നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കഴിഞ്ഞു പോകാതിരിക്കും. പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾക്കത് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കുമല്ലോ. ശക്തമായ പരിശോധനകൾ ആളുകൾ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കേണ്ടതാണ്. ഇതുപോലെ സ്ഫോടനങ്ങളൊന്നും നടക്കാതിരിക്കാൻ, മനുഷ്യജീവനുകൾ പൊലിയാതിരിക്കാൻ. 12 ജീവനുകളാണ് സ്ഫോടനത്തിൽ പൊലിഞ്ഞ് 27 പേർക്ക് പരിക്ക് പറ്റി. എന്താണ് ജന്മന ശരീരത്തിലെ സകല അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുക? പിന്നെ ഓരോ കുടുംബങ്ങളുടെ അത്താണിയായിരുന്നവരാണ് മരണപ്പെട്ടവർ മിക്കവരും. മറ്റുള്ളവരെ നരകത്തിലേക്ക് തള്ളിവിട്ടിട്ടാണോ സ്വർഗം നേടാൻ നടക്കുന്നത്? ഒന്നും അറിയാത്ത നിരപരാധികൾ അവരവരുടെ ജോലികൾക്കും ആവശ്യങ്ങൾക്കുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയവരാണ്. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞാണ് തീയൊക്കെ അണയ്ക്കുന്നത്. തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുമല്ലോ സ്ഫോടനത്തിലുണ്ടാവുന്ന. ചെറുപ്പക്കാരുണ്ട് മരണപ്പെട്ടവരിൽ, അംഗവൈകല്യം സംഭവിച്ചവരിലെല്ലാം. അവർക്കൊക്കെ എത്ര നാൾ ജീവിക്കേണ്ടവരാണ്. വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ എന്ന് അവകാശപ്പെടുന്ന ഭീകരവാദികൾ ഇത് ചെയ്യുമ്പോൾ വെറും അക്ഷരജ്ഞാനം മാത്രമായിട്ട് മാറി, ദൈവജ്ഞാനം ഇല്ലാതായി. സമൂഹ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ വിഫലമായ സ്ഥിതിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച നിഷ്കളങ്കരായ നാട്ടുമ്പുറത്തുകാരായ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതികരിക്കാനുള്ള അവസരമുണ്ടല്ലോ, ഭീകരവാദത്തെ എതിർക്കാനുള്ള അവസരമുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഒരാളെങ്കിലും മുമ്പോട്ട് വരുവാണെങ്കിൽ അവർ മൗനമായിട്ട് സമ്മതം മൂളുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ മിണ്ടാതിരിക്കും തോറും മൗനസമ്മതം എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. ഭീകരതയെ എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുമുണ്ടല്ലോ, അവർക്ക് മുന്നോട്ട് വരാം. 1 or 2 വിരലിലെണ്ണാവുന്ന പുരുഷന്മാർ മാത്രം ഭീകരതയെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടും കാര്യമില്ലല്ലോ. അതേപോലെ മനസ്സിലുള്ള ആശയങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പങ്കുവയ്ക്കാമല്ലോ. ആരെ ഭയപ്പെടണം? ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയല്ലോ. ദേഹത്തെ കൊല്ലുന്നവനല്ല, ദേഹിയെ കൊല്ലാൻ, ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെട്ടാൽ പോലെ. എന്തായാലും നമ്മൾ വടിയോ? പ്രതികരണശേഷിയില്ലാത്ത ശരീരം നിർജീവമാണെന്നാണ്. എൻ്റെ രാജ്യത്ത് ഒരു വേണ്ടതിന് നടക്കുമ്പോൾ തീർച്ചയായും പ്രതികരിക്കേണ്ട എൻ്റെ ഒരു കടമ തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്.